ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ അടുത്ത ഭാഗത്തേക്ക്, അതായത് പ്രോബ്ലംസ് ഒക്കെ തുടങ്ങാൻ പോകുന്ന ഓൾജിബ്ര ഓഫ് സീക്വൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ സ്ക്വയറിനെ പറ്റി പറഞ്ഞായിരുന്നു. അവരുടെ പെരിമീറ്റർ ഇപ്പം സൈഡ്സ് 1, 2, 3 ഒക്കെ സൈഡ്സ് ഉള്ള പെരിമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എടുക്കുമ്പോൾ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 4 ഇൻറ്റു സൈഡാണ്. അപ്പം 4, 8, 12, 16 അതായത് 20 നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. 4 ഇൻറ്റു സൈഡ്, 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 2 അങ്ങനെ വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതൊരു നമ്പർ സീക്വൻസ് ആണ് അല്ലെ. നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക ഡിഫറൻസിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഏത് നമ്പേഴ്സ് ആണ് ഒരു നമ്പർ സീക്വൻസ് ഉൾപ്പെട്ടിരിക്കുന്നത്, ഇത് ഓരോ നമ്പേഴ്സിനെ നമ്മൾ ടേംസ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ദ നമ്പേഴ്സ് വിച്ച് ഇൻക്ലൂഡഡ് ഇൻ എ നമ്പർ സീക്വൻസ് ഇറ്റ് ഈസ് കോൾഡ് എ ടേം. ഇപ്പോൾ 4 ഒരു ടേം, 8 ഒരു ടേം, 12 ഒരു ടേം, 16 ഒരു ടേം. 4 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം ആണ്. 8 ആണെങ്കിലോ സെക്കൻഡ് ടേം, 12 തേർഡ് ടേം, അങ്ങനെ പോകും. അപ്പം ഞാനൊന്ന് എഴുതുവാണ്. ഫസ്റ്റ് ടേം 4 ആണ്, സെക്കൻഡ് ടേം 8 ആണ്, തേർഡ് ടേം 12 ആണ്, ഫോർത്ത് ടേം 16 ആണ്. ഇങ്ങനെ പോകും. മനസ്സിലായല്ലോ? അപ്പം ഈ പൊസിഷനും, അതായത് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള പൊസിഷനാണ്. ഇത് നമ്മുടെ സീക്വൻസിലെ ഓരോ ടേംസ് ആണ്. ഇവിടെ ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. എത്രയാണ്? 4 ടൈംസ് ആണ്. അതായത് 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 2 8, 4 ഇൻറ്റു 3 12, 4 ഇൻറ്റു 4 16 അങ്ങനെ പോവാണ്. ഈ കേസിൽ, എല്ലാ കേസിലും അല്ല കേട്ടോ, ഈ കേസിൽ നമ്മുടെ പൊസിഷനോട് കൂടി 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടേംസ് കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സീക്വൻസ് തന്നാൽ നമുക്ക് ഇതിന്റെ എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. എത്രാമത്തെ പൊസിഷൻ, ഇപ്പം ഇതിങ്ങനെ പൊസിഷൻ ഇങ്ങനെ പോവാണല്ലോ, 15th പൊസിഷനുള്ളത് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഇരുന്ന് എഴുതുമോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ നമുക്ക്? അല്ല ഇപ്പൊ 100th പൊസിഷനുള്ളത് ചോദിക്കുക, നമുക്ക് അങ്ങനെ ഇരുന്ന് എഴുതാൻ പറ്റുമോ? അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പമാർഗമുണ്ട്. അതാണ് ഓൾജിബ്രാക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എന്താണ് ഓൾജിബ്രാക് എക്സ്പ്രഷൻ? ഇപ്പോൾ ഓൾജിബ്രാക് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഓൾജിബ്രാക് എക്സ്പ്രഷൻ സിമ്പിൾ ആണ്. ഇവിടെ നോക്കിയോ, xn is equal to an plus b. ഇതാണ് ഓൾജിബ്രാക് എക്സ്പ്രഷന്റെ ഫോർമുല. കാണാതെ പഠിക്കണം. ഇതിൽ a എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോമൺ ഡിഫറൻസ്. ഓക്കെ, ഡിഫറൻസ്. ആൻഡ് നമുക്ക് a പ്ലസ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഒന്നുണ്ട്. ഓക്കെ, a പ്ലസ് ബി എന്നാണ് ഫസ്റ്റ് ടേം. അപ്പൊ ഇതിൽ നിന്ന് b is equal to ഫസ്റ്റ് ടേം മൈനസ് a ആരാണ്? കോമൺ ഡിഫറൻസ്. മനസ്സിലായോ? ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാം. ഇത് മാത്രം മക്കളൊന്ന് ഓർത്തിരുന്നാൽ മതി. എന്താണ് ഓൾജിബ്രാക് എക്സ്പ്രഷന്റെ ഫോർമുല? xn is equal to an plus b. അതിൽ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്, b എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. അതിങ്ങനെയാണ് കിട്ടുന്നത്. a പ്ലസ് ബി ഫസ്റ്റ് ടേം അങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് ഇപ്പൊ ഇതിന്റെ ഒന്ന് എഴുതി നോക്കാം. ഇതിന്റെ എന്ത് എഴുതാൻ പോകും നമ്മൾ? ഓൾജിബ്രാക് എക്സ്പ്രഷൻ. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ടേം ഏതാണ്? 4, 8, 12, 16 അങ്ങനെ പോവാണ്. അപ്പം ഓൾജിബ്രാക് എക്സ്പ്രഷൻ ആദ്യം xn is equal to xn, n എന്ന് പറഞ്ഞാൽ nth ടേം, എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. x എന്ന് പറയുന്നത് നമ്മുടെ ഈ ടേംസിന്, നമ്മുടെ പൊസിഷന് x1 x എന്നോ അല്ലെ y എന്നോ വേരിയബിൾ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ x1 ഇതെന്ന് പറഞ്ഞാൽ x1 ആയിരിക്കും, ഇത് x2 പൊസിഷൻ ആകട്ടോ. 1 2 3 എന്നല്ല നമ്മൾ പറയുന്നത്. x1 x2 അല്ലെ y1 y2 x3 x4 ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അതിൽ xn എന്ന് പറഞ്ഞാൽ എത്രാമത്തെ വേണമെങ്കിൽ എന്തില്, അത് നമ്മൾ പറയുന്നതാണ്. അത് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം xn is equal to an എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 4 വീതം കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? അല്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ അടുത്തടുത്ത ടേംസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ മതി. 8 മൈനസ് 4 4. അടുത്തത് തന്നെയാണ് നോക്കിയേ, 12 മൈനസ് 8 4. സെയിം അല്ലേ? അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4. n അതുപോലെ തന്നെ എഴുതുക. പ്ലസ് ആണോ മൈനസ് ആണോ നമുക്ക് കണ്ടുപിടിക്കണം. b എങ്ങനെ കണ്ടുപിടിക്കും? b is equal to, b എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? b കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ടേം ഇവിടെ എത്രയാണ്? 4. അതിൽ നിന്ന് നമ്മുടെ കോമൺ ഡിഫറൻസ് കുറച്ച്. കോമൺ ഡിഫറൻസ് എത്ര തന്നെയാണ്? 4 ആണ്. 4 നിന്ന് 4 പോകെ 0. ഇവിടെ 0. നമുക്ക് 0 എഴുതേണ്ട ആവശ്യമുണ്ടോ? xn is equal to 4n. കേട്ടോ? എത്ര ഈസിയാണ് ഓൾജിബ്രാക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചത്. അതേപോലെ നമുക്ക് 1 2 എണ്ണത്തിൻ്റെയും കൂടെ നോക്കാം.
ഒന്ന് രണ്ടെണ്ണത്തിൻ്റെയും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ഞാൻ അതിൻ്റെ എക്സാമ്പിൾസ് തരാവേ. ഓക്കെ, നമുക്ക് 4, 6, 8, 10 അതിൻ്റെ ഒന്ന് കണ്ടുപിടിക്കാം. 4, 6, 8, 10 ഇതൊരു സീക്വൻസ് ആണ്, നമ്പർ സീക്വൻസ് ആണ്. ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എത്രയാണ് നോക്കാം. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് ഫോർമുല എന്താണ്? xn is equal to an plus b അല്ലേ? an plus b. അപ്പം xn is equal to an ആണ് കോമൺ ഡിഫറൻസ്. ഇവർ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 അല്ലേ? 4, 6, 8, 2 n. ഇനി b എങ്ങനെ കണ്ടുപിടിക്കുന്നത്? b is equal to ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. കണ്ടോ? കോമൺ ഡിഫറൻസ് 2, ഫസ്റ്റ് ടേം 4. അപ്പോൾ എത്ര വരും? 2n + 2. ഇങ്ങനെ വേണേലും എഴുതാം. വേണേൽ നമുക്കിനകത്തൊന്ന് 2 ഒന്ന് വെളിയിലെടുത്താലോ? രണ്ടിനകത്ത് 2 ഇല്ല കോമൺ ആയിട്ട്. 2 ഒന്ന് വെളിയെടുത്ത് ഇവിടുന്ന് 2 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആരേ ഉള്ളൂ? n പ്ലസ് ഇവിടുന്ന് 2 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരേ ഉള്ളൂ? 1. ഇതായിരിക്കും ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. നമുക്ക് വേറൊന്നും കൂടെ കണ്ടുപിടിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ അടുത്ത വീഡിയോസിൽ നമുക്ക് ചെയ്യാം. ഇവിടെ നോക്കി, 3 കമ്പുകൾ വെച്ച് നമ്മളൊരു ട്രയാങ്കിൾ ഉണ്ടാക്കി. പിന്നെ അത് എത്ര കമ്പുണ്ട്? 3. ഇത് ചേർത്ത് അടുത്തൊരു ട്രയാങ്കിൾ ഉണ്ടാക്കുവാണ്. എത്ര കമ്പ് വെച്ചിട്ടാണെന്നറിയോ? 2, 1, 2. കണ്ടോ? ഇപ്പം മൊത്തം എത്ര കമ്പുണ്ട്? സ്റ്റിക്കുകളുണ്ട്? 5. ഇനി ഇതിനെ അടുത്ത ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പോവാണ്. ശരിയായില്ല. ഇങ്ങനെ ട്രയാങ്കിള്, പിന്നെ ഇങ്ങനെ ട്രയാങ്കിള്, ഇങ്ങനെ അടുത്ത 2 എണ്ണം വെച്ചിട്ട് ഇപ്പം എത്ര എണ്ണം ഉണ്ട്? 7. അപ്പോൾ ഈ സീക്വൻസ് എങ്ങനെയാണ് പോകുന്നത്? നമ്പർ സീക്വൻസ് 3, 5, 7. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ പോവാം. xn is equal to ആദ്യം നമ്മൾ ഫോർമുല എഴുതും. an plus b. മനസ്സിലായി? a എന്തായിരുന്നു? a is കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എത്ര വീതം? 2 അല്ലേ? 3, 5, 7, 2n. ബി എന്ന് പറയുന്നത് എന്താണ്? ബി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ടേം മൈനസ് ബി കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. മനസ്സിലായ മക്കളെ? സിമ്പിളാണ്. നമ്മൾ ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിനെക്കാട്ടി ഈസി ആയിട്ട് ഇത് ചെയ്യും കേട്ടോ. നമുക്ക് എത്ര എണ്ണത്തിൻ്റെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കാണുക കേട്ടോ. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. താങ്ക് യു.